ദോശ, മടക്കല ദോശ ഉണ്ടാക്കുന്നു. അടുത്തിരുന്ന ഒരാള് തേങ്ങ മൊത്തവും തിന്നു തീർത്തിട്ടുണ്ട്. തേങ്ങ മൊത്തവും. ഇനിയിപ്പൊ കല്യാണത്തിന് മഴ പെയ്യുമല്ല, അപ്പൊ എന്ത് ചെയ്യും? ഐശ്വര്യന്റെ കല്യാണത്തിന് മഴ പെയ്യും. അച്ഛനും മോളും കൂടി പന്തലിടുന്നു. അപ്പൊ അയ്യോ, വലിയക്കാട്ട പന്തലിടേണ്ടി വരുമല്ലോ. അപ്പൊ അയ്യോ, ഇതിങ്ങനെ വായിലോട്ട് വെച്ച് കൊടുക്കണം. അമ്മ എന്തൊക്കെ ചെയ്യണം? മടക്കലപ്പാപ്പം ഉണ്ടാക്കണം. ഐശുവിന് ആ പാപ്പം വായിൽ വെച്ച് തന്നെ. ഐശു ഇപ്പൊ വലിയ മോനായില്ലേ? ഐശു തന കഴിക്കാത്തേ. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയാ? ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത് ഉണ്ടാക്കത്തൂലും ഇല്ല കേട്ടോ. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കത്തില്ല. എനിക്ക് ഇവിടെ വന്നേപ്പിനുള്ള പരിചയമുള്ളൂ. ഐശുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഐശുവിന് ചോറ് പറ്റത്തില്ല. ഐശുവിന് പാപ്പം വെള്ളി. ലേശൊന്ന് മൊരിയട്ടെ. ഇത് ഇച്ചിരി കരിഞ്ഞാലാ ടേസ്റ്റ്. തേങ്ങ ഇനിയില്ല, തേങ്ങ മജാല ഇല്ല. ഇനിയിപ്പോ അല്ലാത്ത ദോശ. രണ്ടെണ്ണം ചൂടാം. തേങ്ങയും മഞ്ചാരയൊക്കെ തീർന്ന അല്ലാത്ത ദോശ. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ദോശ ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടികളുണ്ട്. പാത്രം കഴുകാനുണ്ട്. ദോശ ഉണ്ടാക്കിയ പാത്രമൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. കുറച്ച് പാത്രമേ ഉള്ളൂ ഇന്ന്. ഞാൻ ഇന്നലെ രാത്രിയെ എല്ലാ പാത്രവും കഴുകിയായിരുന്നു. ഇപ്പോൾ ലേശം നെയ്മീനാണേ, അത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. 2 ദിവസമായി ഇപ്പം മേടിച്ചിട്ട്. അപ്പോൾ അത് ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ അലന്ന് കിട്ടണം, എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോഴത്തേനും തുണി ആയിട്ടുണ്ടായിരുന്നേ, നല്ല തുണി എടുക്കാം. ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ തുണി അലക്കാനിട്ടതാണ്. ഇവിടെ നല്ല കാറ്റാട്ടോ. മീൻ കറി വയ്ക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നാക്കി എടുക്കാം. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയാണ്.
ചുവന്നുള്ളി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഈ മീൻ ക്ലീനാക്കി എടുക്കാവേ, ഒത്തിരി ഒന്നും ക്ലീൻ ചെയ്യാനില്ല, നല്ല ഫിഷാണ്. വറക്കാനുള്ള പീസ് അങ്ങ് മാറ്റി വയ്ക്കാം. കറി വെക്കാൻ വലിയ പീസ് വറക്കാം. ചെറിയൊരു 5-8 പീസ് എടുത്ത് കറിയും വെക്കാം അല്ലേ. മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, മുളക് പൊടി തീർന്നിരിക്കുക കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി അതുകൊണ്ട് വലിയ എരിവ് ഉണ്ടാവില്ല. സാധാരണ ഇവിടെ നല്ല എരിവാണ്. കാശ്മീരി മുളക് പൊടി, പിന്നെ ലേശം മല്ലിപ്പൊടിയും കൂടിയും ചേർക്കണേ. ലേശം വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മസാല കൂട്ടിക്കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം പാടില്ല, എന്നാലും പൊടികളല്ലേ, അപ്പോൾ അതൊന്ന് അലന്ന് കിട്ടണം. സാധാരണ ഞാൻ എളുപ്പത്തിന് ഈ മീനിലോട്ട് അങ്ങോട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് തിരുമ്മാ പതിവ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ചേച്ചി പറഞ്ഞതാണ്, ആദ്യം തന്നെ മസാല ഇങ്ങനെ നന്നായിട്ട് കൂട്ടണം എന്നിട്ടേ ചെയ്യാവുള്ളൂ എന്ന്. കണ്ടോ, ഇപ്പം എല്ലാ മസാലയും നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിട്ട് മീൻ പറക്കി വയ്ക്കാം. ആദ്യം വറക്കാനുള്ളത് ആവശ്യം തേങ്ങ തിന്നാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. തേങ്ങ തീറ്റി വെക്കാനുള്ള മീനും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ മസാല പിടിപ്പിക്കാൻ ഇടുവാണേ ഒരു സൈഡിലോട്ട്. എന്നിട്ട് ഇതുപോലെ മസാല നന്നായിട്ട് തിരുമ്മി കൂട്ടി അവിടെ വയ്ക്കുക. മീനൊക്കെ വെട്ടുന്നിടത്ത് പൂച്ച വന്നിരിക്കത്തില്ലേ, അതുപോലെ ചിരിക്കാനും വയ്യായിരിക്കും. കുറച്ച് വാളംപൊടി വെള്ളത്തിലിട്ടാ കേട്ടോ, അതെ ലേശം മതി നമുക്ക്. കേട്ടോ, എന്നാൽ തേങ്ങ വറുത്തരച്ചാണേ. അപ്പോൾ തേങ്ങ വറുക്കാനിട്ടു. തേങ്ങ വറുത്തരച്ച് വയ്ക്കാം ഇന്ന്. എല്ലാ ദിവസവും മുളക് ചാറല്ലേ, ഒരു ചേഞ്ച്. സാധാരണ ഇവരുടെ അങ്ങോട്ടൊക്കെ തേങ്ങ വറുത്തരച്ച് കഴിക്കത്തില്ല, എന്നാലും നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇന്ന് ചെയ്യുക. ലേശം മല്ലി മുളക് കൂടി ചേർത്തിട്ടിട്ടങ്ങ് നമ്മൾ വറക്കണം ഈ തേങ്ങ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നമ്മൾ നന്നാക്കി സൈഡിലോട്ടാക്കി. അപ്പോൾ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി കിടക്കേണ്ട ഉലുവ ഇടാം. ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഇടാം. മാറിക്കോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്,
ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചൊവയുണ്ട്, അത് മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ, കറി പെട്ടെന്ന് ചീത്തയായി പോവാണ്ടിരിക്കാനാണ്. എല്ലാവരും ഇപ്പം എല്ലാ ഷെഫന്മാരും പറയത്തില്ലേ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കണമെന്ന്. അതാണ് ഒരു പച്ച ചൊവയുണ്ടാവും. മാത്രമല്ല പെട്ടെന്ന് കറി ചീത്തയായി പോകും ഇങ്ങനെ ഒരു പച്ച ചൊവയുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ച മണം മാറിയിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവണം അത്. ഞാൻ ഉള്ളി ഇട്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നില്ല എന്നുള്ളൂ. ചുവന്നുള്ളി അരിഞ്ഞു വെച്ചില്ല, അതും കൂടി ഇട്ടൊന്ന് വഴറ്റി എടുത്തു കേട്ടോ. അരി ഇടണം. അപ്പം ഞാൻ അരി കുറച്ചു നേരം വെള്ളത്തിലിട്ട് അങ്ങ് കുതിർത്തി ഇവിടെ വെക്കും. അതാവുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. നമുക്ക് ഇതിനകത്ത് ഒരുപാട് അഴുക്കൊക്കെ അല്ലേ, അതെല്ലാം കഴുകിപ്പോവും. ഇതുപോലെ അങ്ങനെ വെക്കും കേട്ടോ, വെള്ളം ഒഴിച്ച്. ഇനി മസാല റെഡിയാക്കിയില്ലേ, അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം അത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇത് നമുക്ക് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അപ്പം ഈ ഒരു ഗ്യാപ്പിൽ മീൻ വറക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പം ഇത് തിളച്ചിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഒരുപാട് വെള്ളം ഇല്ലല്ലോ. ചെറിയ കഷ്ണമായിട്ട് മുറിച്ചത് മാത്രമാണ് ഞാൻ വയ്ക്കുന്നത് കറിക്കായിട്ട് വറക്കാനായിട്ട്. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, ഇതിനകത്തോട്ട് ഇറക്കി വെക്കാം. Smile please. നിങ്ങൾ പിള്ളേരെ വല്ല സ്പൂണൊക്കെ വെച്ച് വെച്ചോട്ടോ. ഞാനിത് സ്ഥിരം അഭ്യാസി ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളുവേ. ഇനി മസാലയോട് നമുക്ക് ഇതിനകത്ത് ചേർക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിനകത്തോട് ചേർക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ചാറുണ്ടല്ലോ, അത് ഇതിനകത്താണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. എത്രത്തോളം വെള്ളം വേണോ അത് ചേർക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇപ്പം നിങ്ങൾ ഇളക്കി ഇടാൻ പറ്റുന്ന അത്ര ഇളക്കി ഇടണം. വെന്ത് കഴിഞ്ഞ് ഇളക്കലൊന്നും നടക്കത്തില്ല. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ആയിട്ടങ്ങ് പീസൊക്കെ ആയിട്ട് അങ്ങ് മിക്സ് ആവണം. അരി കഴുകുക. എന്തോ ഒരു ചായമാണെന്നറിയോ. അരിയൊന്നും ചീത്തയായി പോകാണ്ടിരിക്കാനേ ഒത്തിരി വിഷമൊക്കെ ചേർത്താ ഇപ്പോൾ വരുന്നത്. ഞാൻ തിരിച്ചിട്ടായിരുന്നേ മീൻ. അപ്പം നമ്മുടെ മീൻകറി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറയ്ക്കാം. എൻ്റെ മോള് തന്നെ കേട്ടോ. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് നമുക്ക് ലേശം ചേർത്ത് കൊടുത്താൽ മതി. കൊതിയാവുന്നല്ലേ കഴിക്കാൻ. ഇത് മാത്രം മതി കേട്ടോ. ഈ ഒരു മസാല, ഈ ഒരു മീൻ മാത്രം മതി നമുക്ക് ചോറിന്.
അപ്പം ഞാൻ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. നല്ല തുടച്ച് വൃത്തിയാക്കിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. സ്കൂളിൽ കൊണ്ടുവന്ന തട്ടപ്പാത്രമാണ്. തട്ടപ്പാത്രമാണ്. അതാകുമ്പോൾ അടച്ചുകൂടി അവിടെ വയ്ക്കാമല്ലോ. നല്ല മീനായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വറുത്തപ്പോൾ നെയ്യുണ്ടായിരുന്നു അത്യാവശ്യം. അതുകൊണ്ട് കണ്ടോ ബാക്കി എണ്ണയായി. കറി എന്തായാലും നോക്കാം കേട്ടോ. കറി നല്ല തിളച്ചു, നല്ല കുറുകി. കയ്യിലിട്ട് ഒരുപാട് ഇതാക്കാൻ പറ്റത്തില്ല, മീൻ ഉടഞ്ഞു. എന്നാൽ ടേസ്റ്റ് നോക്കിക്കോ. ഓഫ് ചെയ്യാം. ആയിട്ടില്ല. ഇങ്ങനെയുണ്ട്. സൂപ്പർ 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 സൂപ്പർ. എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല, ചോറും കൂടെ തിളച്ചാൽ മതി. ചോറ് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ഇടാറ്. കുക്കറിലല്ലേ, പെട്ടെന്നാവും. അപ്പോൾ ഇന്നത്തെ പണിയെല്ലാം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കേണ്ട പണിയൊക്കെ ആദ്യം എടുക്കും കേട്ടോ. അപ്പോൾ നല്ല ശ്രദ്ധയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണ്ടേ. പിന്നെ ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴുകി അങ്ങ് അടുപ്പത്തോട്ടിട്ട് നമ്മൾ പിന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ 2 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് വാർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും കൂടി ഉള്ളൂ പണി. ഇനി വേറെ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ചോറും കൂടി ഊറ്റിയതിന് ശേഷം 2 വിസിലേ വേണ്ടിയുള്ളൂ. കുത്തരിച്ചോറാണ്. അതിനുശേഷം അതങ്ങ് വാർക്കും. അതിനുശേഷം ആഹാരം കഴിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. രാവിലെയും ഉച്ചക്കത്തെയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തന്നെയായിരിക്കും രാത്രിയും കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ. ഓക്കെ, സീ യു.